നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പുതുവർഷത്തിന്റെ തുടക്കമാഴ്ചയിൽ തന്നെ പ്രവാസികൾക്കുള്ള വിസ ഫീസ് പുതുക്കിയിരിക്കുകയാണ് സൗദി. കൂടാതെ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ അബ്ഷർ ബിസിനസ് പ്ലാറ്റ്ഫോം സ്ഥാപനങ്ങൾക്ക് നൽകുന്ന 7 സേവനങ്ങൾക്ക് ഫീസ് ഏർപ്പെടുത്തുകയും ചെയ്തു. സൗദിയിലെ പ്രവാസികളുടെ തിരിച്ചറിയൽ രേഖയായ ഇഖാമ നൽകുന്നതിനുള്ള പുതുക്കിയ ഫീസ് 51.75 റിയാലാണ്. ഒരു ജീവനക്കാരനെ കുറിച്ച് റിപ്പോർട്ട് അഭ്യർത്ഥിക്കുന്നതിനുള്ള പുതുക്കിയ ഫീസ് 28.75 റിയാലും പ്രവാസികൾക്ക് പാസ്പോർട്ട് വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതിന് 69 റിയാലും നൽകണം. എക്സിറ്റ് റീ എൻട്രി വിസ നീട്ടുന്നതിനുള്ള പുതുക്കിയ ഫീസ് 103.5 റിയാലാണ്. അതിനിടെ സ്പോൺസർ എന്ന പദം ഉപയോഗിക്കരുതെന്നും തൊഴിലുടമ അല്ലെങ്കിൽ തൊഴിൽ ദാതാവ് എന്ന വാക്ക് ഉപയോഗിക്കണമെന്നും വാണിജ്യ മന്ത്രാലയം രാജ്യത്തെ എല്ലാ സർക്കാർ സ്വകാര്യ സ്ഥാപനങ്ങൾക്കും നിർദ്ദേശം നൽകി. ഫെഡറേഷൻ ഓഫ് സൗദി ചേംബേഴ്സിന് അയച്ച കത്തിലാണ് മന്ത്രാലയത്തിന്റെ നിർദ്ദേശം. തൊഴിലാളി എന്നതിന്റെ നിർവചനം തൊഴിലുടമയുടെ കീഴിൽ വേതനത്തിന് പകരമായി ജോലി ചെയ്യുന്ന വ്യക്തി എന്നാണെന്നും സർക്കുലറിൽ വ്യക്തമാക്കിയിരുന്നു. ഇഖാമ കൃത്യസമയത്ത് പുതുക്കാൻ വീഴ്ച വരുത്തുന്ന പ്രവാസികൾക്ക് 1000 റിയാൽ വരെ പിഴ ചുമത്തുമെന്ന് അധികൃതർ. ഇഖാമ കാലാവധി കഴിഞ്ഞ് 3 ദിവസത്തിന് ശേഷം പിഴ ഈടാക്കുമെന്നാണ് സൗദി ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് പാസ്പോർട്ട് അറിയിച്ചിട്ടുള്ളത്. പ്രവാസികളുടെ ഇഖാമ അബ്ഷർ പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് പുതുക്കാവുന്നതാണ്. അബ്ഷർ പ്ലാറ്റ്ഫോം വ്യക്തികളെ അവരുടെ പെർമിറ്റ് പുതുക്കാൻ അനുവദിക്കും. ഇഖാമ പുതുക്കാൻ കാലതാമസമുണ്ടായാൽ ആദ്യം 500 റിയാൽ പിഴ ചുമത്തും. പുതുക്കൽ വീണ്ടും വൈകിയാൽ പിഴ 1000 റിയാലായി ഉയരും. കൂടാതെ അബ്ഷർ പ്ലാറ്റ്ഫോം നിരവധി പുതിയ സേവനങ്ങൾ അവതരിപ്പിച്ചിരുന്നു. സന്ദർശക വിസയിൽ രാജ്യത്തെത്തി മുങ്ങുന്നത് സംബന്ധിച്ച റിപ്പോർട്ടുകൾ സമർപ്പിക്കാൻ വിസ നൽകിയ വ്യക്തികളെ പ്രാപ്തരാക്കുന്ന പുതിയ സേവനം അബ്ഷർ ഇൻഡിവിജ്വൽ പ്ലാറ്റ്ഫോം ആരംഭിച്ചിരുന്നു. ഇത്തരമൊരു റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് അബ്ഷർ പ്ലാറ്റ്ഫോം 5 വ്യവസ്ഥകൾ മുന്നോട്ട് വച്ചിട്ടുണ്ട്. വ്യവസ്ഥകൾ അനുസരിച്ച് ഹാജരാക്കാത്തയാളുടെ വിസ വ്യക്തിഗത അല്ലെങ്കിൽ കുടുംബ വിസയായി തരംതിരിക്കുന്ന ഒരു സന്ദർശന വിസയായിരിക്കണം. കൂടാതെ സന്ദർശന വിസ കാലഹരണപ്പെട്ട തീയതി മുതൽ 7 ദിവസത്തിന് ശേഷം റിപ്പോർട്ട് സമർപ്പിക്കാം. വിസയുടെ കാലാവധി കഴിഞ്ഞ് 14 ദിവസത്തിന് ശേഷം റിപ്പോർട്ട് സമർപ്പിക്കാൻ കഴിയില്ല. കൂടാതെ സന്ദർശന വിസയുടെ നില കാലഹരണപ്പെട്ട ഒന്നായിരിക്കണം. ഓരോ സന്ദർശകനും ഒരു പ്രാവശ്യം മാത്രമേ റിപ്പോർട്ട് നൽകൂ. റിപ്പോർട്ട് സമർപ്പിച്ചതിന് ശേഷം അത് റദ്ദാക്കാൻ കഴിയില്ലെന്നും വ്യവസ്ഥകളിൽ ഉൾപ്പെടുന്നു. അതേസമയം സൗദിയിലെ ആകെ ജനസംഖ്യ ഏകദേശം 3.22 കോടിയാണെന്നാണ് 2024 സെൻസസ് റിപ്പോർട്ട്. ഇതിൽ 1.34 കോടി ജനങ്ങളും വിദേശികളാണ്. രാജ്യത്തിന്റെ മൊത്തം ജനസംഖ്യയുടെ 41.5% വരുമിത്. വിദേശ തൊഴിലാളികളുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകളിലും സ്പോൺസർഷിപ്പ് നിയമങ്ങളിലും സൗദി അറേബ്യ സമീപകാലത്ത് വലിയ പരിഷ്കരണങ്ങൾ നടത്തുകയും നിയമങ്ങൾ ഉദാരമാക്കുകയും ചെയ്തിരുന്നു. അവധിക്ക് നാട്ടിൽ പോയവർ അല്ലെങ്കിൽ റീ എൻട്രി വിസക്കാർ യഥാസമയം തിരിച്ചു വന്നില്ലെങ്കിൽ 3 വർഷത്തേക്ക് പ്രവേശന വിലക്ക് ഏർപ്പെടുത്തിയിരുന്നത് സൗദി പിൻവലിച്ചിരുന്നു.